നാസയുടെ ചന്ദ്രദൗത്യം ആർട്ടിമിസ് വൈകും. പ്രോബ് 3 കൊറോണ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 2026 ഏപ്രിലിന് ശേഷമായിരിക്കും ദൗത്യം നടപ്പാക്കുക. അടുത്ത വർഷം സെപ്റ്റംബറിൽ ആർട്ടിമിസ് വിക്ഷേപിക്കാനായിരുന്നു തീരുമാനം. ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്കും തിരിച്ചുമെത്തിക്കാനുള്ള പദ്ധതിയാണ് ആർട്ടിമിസ്. ശ്യാമ സദാനന്ദൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമ സദാനന്ദൻ, കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരുമല്ലേ ആർട്ടിമിസ് പദ്ധതിക്ക് വേണ്ടി ചന്ദ്രനിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ US നിന്നും വരുന്ന വാർത്തകൾ. അതായത് ഈ വർഷം 2025 സെപ്റ്റംബറിൽ വിക്ഷേപിക്കാനായിരുന്നു ആർട്ടിമിസ് രണ്ടാമത്തെ ദൗത്യം വിക്ഷേപിക്കാനായിരുന്നു നാസ പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളിലേക്ക്, അതായത് അതിൻ്റെ ആദ്യ ദൗത്യം ആർട്ടിമിസ് 1, അതായത് ഇതൊരു 3 ദൗത്യമായിട്ടാണ് നടത്തുന്നത്. ആർട്ടിമിസ് 1, 2 and 3. ഇതിലെ മൂന്നാമത്തെ ദൗത്യം 2030 വിക്ഷേപിക്കുന്നത്. ഇതിലാണ് ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു വരികയും ചെയ്യുക. ഇതിലെ ആർട്ടിമസ് 1 2022 വിക്ഷേപിച്ചിരുന്നു. അത് വിക്ഷേപിക്കുന്നതിൽ ആ പരീക്ഷണ പറക്കത്തിൽ അതിൻ്റെ ഹീറ്റ് ഷീൽഡിന് ചെറിയ തകരാറുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കാൻ ഒരുപാട് സമയമെടുത്തു. അതുപോലെ തന്നെ ഈ പേടകം, ഒറിയോൺ എന്നാണ് ഈ പേടകത്തിൻ്റെ പേര്, അതിൻ്റെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തലുകൾ ഉണ്ട് എന്നൊക്കെയാണ് നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദൗത്യം വൈകുന്നത്. ഈ 2025 സെപ്റ്റംബറിൽ വിക്ഷേപിക്കാനിരുന്ന പേടകം, അതായത് ഇതിൻ്റെ രണ്ടാമത്തെ ദൗത്യം ആർട്ടിമിസ് 2, അതിന് 2026 ഏപ്രിലിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് അറിയുന്നത്. അതായത് 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷമുള്ള, അതായത് ഒരു 50 വർഷത്തിന് ശേഷമുള്ള നാസയുടെ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഇതിൻ്റെ മൂന്നാം ഘട്ടം 2030 നടത്തുന്ന ഘട്ടത്തിലാണ് യാത്രികരെ കൊണ്ടുപോവുക. രണ്ടാം ഘട്ടത്തിൽ യാത്രികരുണ്ടാകും, എന്നാൽ അവർ ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വരികയുള്ളൂ. അവരെ ചന്ദ്രനിൽ ഇറങ്ങുകയില്ല. 2030 യാത്രികരെ ചന്ദ്രനിൽ ഇറക്കുകയും തിരിച്ചെത്തിക്കുകയും ചെയ്യുക. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആർട്ടിമിസ് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ വീണ്ടും വൈകുമെന്ന് നാസ അറിയിക്കുന്നത്. ഈ ശ്യാമ, ഞാൻ ഒരേക്കൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചന്ദ്രനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി തിരിച്ചിറക്കും എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ലല്ലോ. പണ്ട് ഇറങ്ങി കഥകളൊക്കെ നമ്മൾ കഥയല്ല, സംഭവം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഈ ടൂറിസ്റ്റുകളെയൊക്കെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ പോയാൽ ശ്യാമയ്ക്കൊരു ആഗ്രഹം ഉണ്ടാവുമോ ചന്ദ്രനിലേക്ക് പോയി തിരിച്ചു വരാൻ? തീർച്ചയായും. അത് നമുക്കൊക്കെ അഫോർഡബിൾ ആവുന്ന ഒരു റേറ്റിൽ അതൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ബഹിരാകാശത്തേക്ക് പോകണം. ഇപ്പം തന്നെ ബഹിരാകാശത്തേക്കുള്ള സ്പേസ് ടൂറിസം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നടപ്പാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പണി എടുക്കുമ്പോൾ ബഹിരാകാശത്ത് പോലെ എളുപ്പമാണ്. അതിന് പ്രത്യേകിച്ച് പ്രക്ഷേപണ പരിപാടിയൊന്നും വേണ്ട. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ കണ്ടാൽ മതി. ചിലപ്പോൾ നമ്മൾ തന്നെ ഏറിപ്പോവും. അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട്. താങ്ക് യു ശ്യാമ. ഓക്കെ.